കടുവയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ നിലനിർത്തുന്നതിന് സംവിധാനമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം അടക്കാക്കുണ്ടിൽ ബഹുജന മാർച്ച് നടത്തും. എല്ലാ വിഭാഗം ജനങ്ങളും മാർച്ചിൽ പങ്കെടുക്കണമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കാളികാവ് പഞ്ചായത്തിലെ അടക്കാക്കുണ്ട് എന്ന് പറയുന്ന ഈ പ്രദേശം ആ നാടാകെ വളരെയധികം ഭീതിയിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാളെ ഈ 30-ാം തീയതി നാളെ വൈകുന്നേരം നടക്കുന്ന ഒരു വലിയ കർഷക സംഗമം പ്രതിഷേധമായിട്ട് തന്നെയാണ് ഞങ്ങളത് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ മെയ് 15-ാം തീയതി നമ്മുടെ ഒരു സഹോദരൻ അബ്ദുൽ ഗഫൂർ അതിദാരുണമായി കടുവയാൽ കൊല്ലപ്പെടുകയും അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്ക ഉളവാക്കുന്നതും വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പിറകെ ഒരു 52 ദിവസത്തെ കഠിന പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടത്തി അതിനെ കൂട്ടിലടച്ചുകൊടുന്ന് കൊണ്ടുപോയി ഈ നാടാകെ വളരെയധികം പേടിച്ച് കൃഷി ഇറക്കാനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇടാനും മരുന്നടിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കടുവനെ കൂട്ടിലടച്ചപ്പോൾ ഒരു ആശ്വാസം എന്ന നിലക്ക് മറ്റുള്ള കൃഷി ആവശ്യങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും പണിക്കാരൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ് കഴിഞ്ഞ ആഴ്ച എല്ലാവരെയും കൂടി ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കടുവ കൂടി അടക്കാക്കുണ്ടിലെ 50 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. അത് മാത്രമല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ ആ പരിസര പ്രദേശത്ത് നിന്നും ഈ കടുവ സ്ഥിരമായി അവിടെ ഉണ്ടാവുകയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും MLAയുമായി ബന്ധപ്പെടുകയും കടുവക്കൊരു കൂട് വെക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കഠിനമായൊരു പരിശ്രമം ഞങ്ങളെല്ലാവരും നടത്തി. നിർഭാഗ്യവശാൽ ഇന്ന് ഉച്ചവരെ അതിനൊരു തീരുമാനമൊന്നും ഉണ്ടായില്ല. നാളെ ഞങ്ങളുടെ സമരം പ്രഖ്യാപിച്ചതോടുകൂടി അതിൽ പെട്ടെന്ന് ഒരു കൂട് അവിടെ കൊണ്ടുവന്ന് വെക്കുകയും അതിന് ഇരയായിട്ട് ഒരു പശുവിനെ ഒരാടിനെ ഒന്നും വെക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മറ്റു മാർഗങ്ങളൊക്കെ അവരുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു ശാശ്വതമായിട്ടില്ല, ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾക്കിതിൽ നിങ്ങൾ പറയാനുള്ളൊരു കാര്യം, ഈ പ്രദേശത്തിലെ ജനം വളരെയധികം ഭീതിയിലാണ്. ഇപ്പോൾ നിങ്ങൾ അടക്കാക്കുണ്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 6 മണി കഴിഞ്ഞ് വന്നാൽ ആരും തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ഭീതിജനകമായ അവസ്ഥയാണ്. ജനങ്ങൾക്ക് കൃഷി ചെയ്യുവാനും അവനവൻ്റെ ഭൂമിയിൽ പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ നടത്തുന്ന സമരത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതിഷേധവും ജനങ്ങളുടെ ഒരു സമരവുമായിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. തുടർന്നും ഈ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. അടക്കാക്കുണ്ട് മലവാരവും മങ്ങാടിയും എല്ലാം ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ്. 2ാം തവണയും കടുവയുടെ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ മലവാരത്തിലെ കർഷകരും തൊഴിലാളികളുമെല്ലാം ഭീതിയിലാണ്. നാട്ടുകാരും കർഷകരും നൽകുന്ന മുന്നറിയിപ്പുകളും ആവശ്യങ്ങളും വനം വകുപ്പ് അവഗണിച്ചതാണ് ഒരു ജീവൻ നഷ്ടമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പുനരാരംഭിച്ച കൃഷിപ്പണികളെല്ലാം മുടങ്ങിയ അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് ജനകീയ പ്രതിഷേധവുമായി നാട്ടുകാർ ഇറങ്ങിയിരിക്കുന്നത്. വാർഡ് മെമ്പർ കാരയിൽ റഷീദ്, വാർഡേൽ സക്കീർ, ഷാജി ചാക്കോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ. ബ്രീസ് റെസ്റ്റോറന്റ്, കാളികാവ് റോഡ്, വണ്ടൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012 945 198.